പക്ഷെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അത് പൈസക്കാര മക്കൾ മാത്രമല്ലല്ലോ പഠിക്കാൻ പറ്റൂ, അവിടെ പാവങ്ങൾക്ക് പഠിക്കാൻ പറ്റൂലല്ലോ എന്നൊരു ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിലാണ് സുഹൈർ ഉസ്താദ് നമുക്ക് അടുത്ത വർഷം നിർബന്ധമായിട്ടും ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങണം എന്ന് പറഞ്ഞത്. സ്കൂൾ തുടങ്ങുമ്പോൾ പ്രിൻസിപ്പാളും നമ്മൾ തന്നെ, ക്ലീനിങ് സ്റ്റാഫും നമ്മൾ തന്നെ, പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്ന ഡ്രൈവറും അതും നമ്മൾ തന്നെ, ക്ലാസ് എടുക്കുന്നത് നമ്മൾ തന്നെ. അപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ ഓൾ ഇൻ വൺ. ഒരു ഗ്രാമത്തിലൊരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതായത് നമ്മളെ നാട്ടിലത്തെ പോലെ നമ്മളെ അയൽവാസികളെ ഏറ്റെടുക്കുക, കുടുംബക്കാര് നോക്കുക, അങ്ങനൊന്നുമില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, അപ്പൊ അത് എൻ്റെ തലയിലാവൂ എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ ടൈലറിങ് സംവിധാനങ്ങളൊക്കെ അതിൻ്റെ കൂടെ അവർക്ക് കൊടുത്തിരുന്നു ആ സമയത്ത് തുടക്കത്തിൽ. മക്തബിന്റെ കൂടെ. അപ്പോൾ പിന്നെ ഇവിടെ മക്തബിൽ പഠിച്ച നമ്മൾ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലേ 20 ഗ്രാമത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെന്ത് ചെയ്തു, അവരെ ഗ്രാമത്തിൽ ഇവിടെ പഠിച്ച സ്ത്രീകൾ തന്നെ അവരെ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ഈ മദ്രസ സംവിധാനം അവർ ഗ്രാമത്തിൽ തുടങ്ങി. ഈ സ്ത്രീകൾ പലരും അവരെ ഗ്രാമത്തില് മദ്രസ സംവിധാനം അവരെ മക്കൾക്ക്, കാരണം അത്രയും ദൂരത്തുനിന്ന് വരണല്ലോ. അപ്പൊ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ അവര് അവിടെ മക്തബ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതേമാതിരി ഈ ടൈലറിംഗ് സെന്റർ പറഞ്ഞു, നമ്മളിപ്പോ ഷാംസിയിൽ ഇതേമാതിരി ടൈലറിംഗ് സെന്ററിന്റെ കുറച്ച് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞ മാസം പോയിരുന്നു. അപ്പോ കുറച്ച് കുട്ടികളുടെ നമ്മള് ടൈലറിങ്ങിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോരുമ്പോ ബൈക്ക് കുറെ ആളുകൾ ഇങ്ങനെ ബൈക്കിരുന്ന് മറ്റേ പുകയിലുണ്ടല്ലോ അങ്ങനെ തെറുക്കുണ്ട്. അപ്പൊ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്യാൻ ഇവര് സന്നദ്ധരാണ്. കമ്പനികള് ഇങ്ങനെ വലിയ ബീഡി കമ്പനികള് മായിട ഭാഗത്തൊക്കെ അവര് ഇങ്ങനെ ഓരോ ഏരിയകളില് അവരതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഇപ്പൊ ഡെയിലി 500 മുതൽ 600 1000 ബീഡി വരെ ഇവര് ഇങ്ങനെ ചെയ്ത് കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കും. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാല് അവരത് ചെയ്തോളും. വൃത്തിക്കല്ലേ ഇങ്ങനത്തെ സ്കില്ലുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മളെ ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ ശേഷം നമ്മളിവിടെ പഠിച്ച ഒരു താത്ത അവർ അങ്ങാടിയിൽ ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച് അവരെ അണ്ടറിൽ ഇപ്പോൾ 2-3 സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വേറെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിധവയായ സ്ത്രീയായിരുന്നു, അവരെ മകള് നമ്മളെ ഓർഫൻ പദ്ധതിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവളിപ്പോൾ നമ്മുടെ തൊയ്ബയിലെ നമ്മുടെ വുമൻസ് കോളേജിന്റെ ടീച്ചറാണ്. ഇവിടെ നമ്മുടെ മദ്രസ ഇതിൽ വന്ന ഉമ്മയും മോളും വന്നിരുന്നു. അപ്പോൾ മോള് നമ്മൾ വേറെ പഠിപ്പിച്ചു. ഇപ്പോൾ അവള് നമ്മുടെ ഓഫ് ക്യാമ്പസിലെ ഇപ്പോൾ എന്താണ് അവിടുത്തെ ഹോസ്റ്റൽ മെൻറ്ററും അവിടുത്തെ ടീച്ചറാണ്. ഉമ്മ എന്ത് ചെയ്യാണ്, അങ്ങാടിയിൽ ഒരു വീടിനോട് ചേർന്നിട്ട് ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അവിടെ 3 സ്ത്രീകൾ വേറെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കഥ പറയുമ്പോ ഉസ്താദ് നസീഫ് കാലത്തിന്റെ ഖദീജ, ഈ ഒരു സംഭവം ഈ ടൈലറിംഗ് സെന്റർ തുടങ്ങുന്നതും അതുവഴി ഒരു പുരോഗതിക്ക് എത്തുന്ന ഒരു കഥയിൽ ഇങ്ങനെ ഇതിവൃത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച എന്തെങ്കിലും ഒരു സ്കില്ല് അവർക്ക് ഇവിടുന്ന് കിട്ടി, അതുകൊണ്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു തൊയ്ബയുടെ നമ്മുടെ വന്നത് കൊണ്ടുണ്ടായ നേട്ടങ്ങളിൽപ്പെട്ട നേട്ടങ്ങളാണ് അതൊക്കെ. അതേമാതിരി നമ്മൾ ഈ നാട്ടുകാരില് നമ്മളിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ കുറെ ഉണ്ടല്ലോ. ഇതേ പറഞ്ഞ മാതിരി അവർക്ക് ഒന്ന് നമ്മളിലൂടെയാണ് അവര് മക്തബ് വഴി പിന്നെ അറബി അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത്. ഇതേമാതിരി ടൈലറിംഗ് ഒക്കെ നമ്മളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേപോലെ നമ്മളിലൂടെ അവർക്കുണ്ടായ മാറ്റങ്ങൾ പിന്നെ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ല. കാരണം നമുക്കത് ദാരിദ്ര്യമായിരിക്കും. കാരണം അവരെ ഭക്ഷണ രീതി അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു ദിവസക്കൂലി എന്ന് പറയുന്നത്
250, 300 രൂപയാണ്. 1 കിലോ ഇറച്ചിക്ക് 250 ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ വേതനം കൊണ്ട് 1 കിലോ ഇറച്ചി വാങ്ങാൻ കഴിയില്ല. പക്ഷെ അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യില്ല, ഇവരെ ബാധിക്കുന്നില്ല. നമ്മളിപ്പോഴും ഫുഡ് കൊടുത്തില്ല എന്നിരിക്കാം, എന്നാലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അവർ ഹാപ്പിയായി ജീവിച്ചോളും. പക്ഷെ ഇവരെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഇവർക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ നമ്മൾ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഈ കുട്ടികളെ സ്ഥാപനത്തിലേക്ക് അയച്ചാൽ പൈസ കിട്ടുമോ എന്നല്ലേ? അതേ ചോദ്യം 10 വർഷം കഴിഞ്ഞിട്ടും വേറെ സ്ഥലത്തു നിന്ന് ചോദിക്കുന്ന വേറെ രൂപത്തിൽ. അപ്പോൾ പഠിച്ചാൽ എന്താകും, അല്ലെങ്കിൽ പഠനം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവും, നമുക്ക് പുരോഗതി ഉണ്ടാവും എന്ന് ഇവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പം അതാണ് ഇവരൊരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന് കുറേയൊക്കെ പരിഹരിക്കാൻ എന്താണ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് ആണ് നമ്മുടെ തൈബ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ നമ്മുടെ 3ാമത്തെ സ്ഥാപനം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെൺകുട്ടികളെ സ്ഥാപനം തുടങ്ങി, നമ്മൾ മദ്രസ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ 200ഓളം സ്ത്രീകളായ എന്താണ് ചെറുതും വലുതുമായ വലിയവരും ഉമ്മമാരൊക്കെ അതിൽ പഠിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ അവർക്ക് രാവിലെ മദ്രസ ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾ, കാരണം ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഒരു പ്രശ്നമല്ല. നമ്മളെ നാട്ടിലെ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അംഗനവാടിയിൽ തന്നെ വടിയെടുത്ത്, അങ്ങനെ കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നും നടക്കൂല. എന്നിരുന്നാലും കുട്ടികൾ സ്കൂളിൽ പോവാന്നുള്ളത്, അല്ലെങ്കിൽ പഠിക്കാൻ പോവാന്നുള്ളത്, നമുക്കതിൻ്റെ മൂല്യം അറിയാം. നമ്മൾ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് നമ്മൾ മക്കളെ നിർബന്ധിച്ച് പഠിക്കാൻ നമ്മൾ അയച്ചിരുന്നു. പക്ഷെ ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ലവർക്ക് പ്രശ്നമല്ല, ഒരു മാസം പോയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. നമ്മൾ ഓരോ ഗ്രാമത്തിലേക്ക് പോയാലും 10, 30, 40 കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്ന് വെച്ചാൽ ബാലോലക്ഷൻ, ആജ്കെ ബാലോലക്ഷൻ, ഇന്നൊക്കെ അത്ര ഇത് ഒരു തോന്നിയില്ല, അതുകൊണ്ടാണ് പോയില്ല, അത്രേ ഉള്ളൂ, ഓർക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുക, റൗള വുമൻസ് അക്കാഡമി എന്നാണ് നമ്മളതിന് പേരിട്ട്, നമ്മുടെ 2ാമത്തെ സ്ഥാപനത്തിൽ. അപ്പോൾ അവിടെ വരുന്ന സ്ത്രീകളോട് നിരന്തരം നമ്മൾ പറഞ്ഞു, മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടുത്തെ സ്കൂളിൽ എന്താണ് ഉച്ചക്കഞ്ഞിക്ക് മാത്രമാണ് ഞങ്ങൾ കുട്ടികളെ അയക്കുന്നത്. അവിടെ മാഷ്മാർ വരുന്നുണ്ട്, അവർ ഒപ്പിടുന്നുണ്ട്, പോകും, അല്ലാതെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല അവിടുന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അപ്പോൾ ഞങ്ങൾക്കും എന്താണ് ഇവിടെ പഠിക്കാൻ തുടങ്ങിയ ശേഷം കുട്ടികൾക്ക് എന്താണ് ഈ രൂപത്തിലല്ല, നിങ്ങൾ നൽകുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഞങ്ങളെ മക്കൾക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ടൗൺ ഏരിയയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് പൈസക്കാരെ മക്കൾ മാത്രമല്ലല്ലോ പഠിക്കാൻ പറ്റുമോ, അവിടെ പാവങ്ങൾക്ക് പഠിക്കാൻ പറ്റൂലല്ലോ എന്നൊരു ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിലാണ് സുഹൈർ ഉസ്താദ് നമുക്ക് അടുത്ത വർഷം നിർബന്ധമായിട്ടും ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങണം എന്ന് പറഞ്ഞത്. കാരണം അതുവരെ അവരെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൈസക്കാരെ മക്കൾ മാത്രമേ പഠിക്കാൻ പറ്റൂ, പാവങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല എന്നുള്ള ഒരു ധാരണ, ആ ഒരു കൺസെപ്റ്റ്, ആ തെറ്റിദ്ധാരണ അവർക്ക് മാറ്റി കൊടുക്കേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം 2013 കഴിഞ്ഞു, 2014 നമ്മൾ അതിൻ്റെ തൊട്ട് അടുത്ത് വീണ്ടും ഒരു 3 ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നു. അവിടെ LKG UKG 2 ക്ലാസ് റൂമും, വേറെ എവിടെ നിന്നുള്ള കുട്ടികളല്ല, നമ്മുടെ മക്തബിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, വരുന്ന ഉമ്മമാരുടെ മക്കള്, അവരെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ 2014 സ്കൂൾ തുടങ്ങുന്നത്. അന്ന് വെറും LKG UKG തുടങ്ങിയിട്ടുണ്ടെങ്കിൽ LKG UKGയിൽ ഒരു 2-3 കുട്ടികളുള്ളൂ, ബാക്കി 15 കുട്ടികളും LKG തന്നെയാണ്.
അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത്. അതേമാതിരി ഇവിടുത്തെ ഒരു കൾച്ചറില്, അതായത് ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അതിൽ നമ്മളൊരു സ്വാധീനം എങ്ങനെ ഉണ്ടായിരുന്നത് വരുന്നൊരു സമയത്തൊന്നും ഇപ്പോഴൊരു സമയത്തുള്ള ഒരു മാറ്റം? ഇപ്പോൾ നമുക്ക് ആദ്യമൊക്കെ എന്താണ്, ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരാളിങ്ങനെ ഇതിലൂടെ നടന്നു പോകുന്നു എന്നല്ലാതെ. ഇപ്പോൾ അത് മാറി. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഭയങ്കര അടി ഒച്ചപ്പാടും ബഹളമൊക്കെ ആണ്. പക്ഷെ ഇപ്പം നമ്മളൊരു ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പോവുകയാണെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ്. നമ്മളെ കാണുമ്പോൾ ആ ഒരു ബഹുമാനം അതവര് കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫീഡിന്റെ നമ്മൾ ഫുഡ് ആയിട്ട് പോകുമ്പോ തന്നെ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഒന്ന് വട്ടത്തില് വരിയൊക്കെ നിന്ന് ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു ബഹുമാനിക്കണ പോലെ, നമ്മളെ പരിഗണിക്കണ പോലെയൊക്കെ. അതൊരു പക്ഷെ നമ്മൾ തന്നെ ഉണ്ടായ മാറ്റമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു ആതിഥ്യ മര്യാദയൊക്കെ പ്രത്യേകം നമ്മള് കൂടുതൽ വലിയ വിഭവങ്ങളൊന്നും നൽകിയിട്ടല്ല, പക്ഷെ ഉള്ളത് ഒരു വളരെ ഭംഗിയില്, വളരെ എന്താ പറയാ, നല്ല അവരെ ഹോസ്പിറ്റാലിറ്റി. അതെനിക്ക് തോന്നുന്നു കേരളക്കാരെക്കാൾ വളരെ ഒരുപാട് മുന്നിലാണ്. നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണത്. അതെ അതെ. നമ്മൾ ചെല്ലുമ്പോ തന്നെ നമുക്ക് കൈ കഴുകാന് ഇങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങൂടി വേണ്ട, ക്ലാസ്സും അതേപോലെ തന്നെ ഇത് കൊടുത്തിട്ട് നമ്മളെ അടുത്തേക്ക് കൈ കഴുകാൻ കൊടുന്നു തരും. കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മളെ പരിഗണിക്കും. ആ ഒരു വിഷയത്തില് കേരളക്കാരേക്കാൾ ഒരുപാട് മുന്നിലായിട്ട് നമുക്ക് തോന്നലുണ്ട്. അതെ, നമ്മൾ ഈ മക്തബക്ക് വരുന്ന ഉമ്മമാരുടെ മക്കൾ ഉൾപ്പെടുത്തിയിട്ട് കേവലം 3 ക്ലാസ്സിലാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. 2 ക്ലാസ്സും പിന്നെ ഒരു ഓഫീസും ആണല്ലോ സ്കൂൾ ആകുമ്പോ. അങ്ങനെ ഒരു സ്കൂള്. അപ്പൊ അന്ന് സ്കൂള് തുടങ്ങുമ്പോ പ്രിൻസിപ്പാളും നമ്മൾ തന്നെ, ക്ലീനിങ് സ്റ്റാഫും നമ്മൾ തന്നെ, പിന്നെ കുട്ടികളെ കൊണ്ടുവരാനുള്ള ഡ്രൈവറും അതും നമ്മൾ തന്നെ, ക്ലാസ് എടുക്കുന്നത് നമ്മൾ തന്നെ. അപ്പോൾ ഒരു എന്താ പറയാ, എല്ലാ ഓൾ ഇൻ വൺ. അപ്പൊ ആളുകൾ കുറച്ചല്ലേ ഉള്ളൂ. കാരണം സ്കൂളിന്റെ സമയത്ത് തന്നെ അവിടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള മദ്രസ ഉണ്ട്. അപ്പൊ ആകെ 3 ആൾക്കാരാണുള്ളത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് എന്താണ് ക്ലാസ് ഉണ്ട്. അപ്പൊ അതും ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ആളുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ രാവിലെ കുട്ടികളെ ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരണം. അപ്പോൾ അതിരാവിലെ ഒരാൾ കുട്ടികളെ കൂട്ടാൻ പോകും. അപ്പോൾ ഇന്ന് ഞാനാണ് പോകുന്നെങ്കിൽ നാളെ ഇബ്രാഹിം ഉസ്താദ് പോകും, പിറ്റേ ദിവസം അലി ഉസ്താദ് പോകും. അങ്ങനെ ആളുകൾ മാറി മാറി എല്ലാ റോളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യായിരുന്നു തുടക്കത്തില്. ഇതിനെപ്പറ്റി ഉസ്താദ് പറഞ്ഞിരുന്നു, സുബൈക്ക് നമ്മള് ചെറിയ കുട്ടിയെ ക്ലാസ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മള് വലിയൊരു ക്ലാസ് എടുക്കണം, അത് മാറ്റിട്ട് നമ്മള് ഡ്രൈവർ ആവണം, അത് കഴിഞ്ഞിട്ട് സ്കൂളത്തെ സ്റ്റാഫ് ആവണം, ഇത് കഴിഞ്ഞ് ക്ലീനിങ്ങും നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഇതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയിരുന്നു. അതൊക്കെ ഒരു അള്ളാന്റെ തൗഫീക്ക് എന്നല്ലാണ്ട് എന്താണ് പറയാ. പക്ഷെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. അന്ന് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇപ്പാണ് സമയം തീരെ ഇല്ലാത്തത്. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ എന്തായാലും നമ്മൾ ഒരു കാര്യം തുടങ്ങി കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ അത് സ്മൂത്ത് ആയിട്ട് നടന്നോളും. അപ്പോൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 11 വർഷമായി. ഇപ്പോൾ 11ാമത്തെ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 2 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന്, ഇപ്പം അൽഹംദുലില്ലാഹ് നമുക്ക് 8 സ്കൂളുകളുണ്ട് കേട്ടോ. തൊയ്ബന്റെ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2 കുട്ടികൾക്ക് എന്താണ് റോഷൻ സർക്കാർ, നമ്മളെ പ്രഥമ എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ ആദ്യ വിദ്യാർത്ഥിയാണ്, ഒന്നാമൻ. അപ്പോൾ ഓന് 10ാം ക്ലാസ് എക്സാമിൽ ഒന്നാമൻ തന്നെ ആയിരുന്നു. 93% മാർക്ക് സ്കോർ ചെയ്ത് ഓന് ഇപ്പം കൊൽക്കത്തയിൽ എന്താണ് ഓന് 3 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയം തന്നെ നമ്മുടെ മറ്റൊരു സ്കൂളിലെ ബാക്കിർ അലി 91% ഓന് കേരളത്തിൽ 5 ലക്ഷത്തിൻ്റെ സ്കോളർഷിപ്പ് എക്സാം പാസ്സായി. അങ്ങനെ ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ വ്യത്യസ്തമായ സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് നമ്മുടെ SA ഫൗണ്ടേഷൻ, ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞ വർഷം 2 കുട്ടികൾ കിട്ടി. ഈ വർഷവും 2 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. അൽഹംദുലില്ലാഹ്. ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രമായിട്ട് 2000-ന് മുകളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ മാത്രം? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ 1700-1800 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രമുണ്ട്. അത് 2000-ന്റെ അടുത്ത സ്റ്റാഫും കുട്ടികളും നമുക്കിപ്പോൾ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമല്ലേ? അതെ.
അതേപോലെ തന്നെ നമുക്ക് സ്കൂളിൻ്റെ തുടക്ക സമയത്ത് നമുക്ക് ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെ കിട്ടുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടണ്ടേ. അപ്പം ഈ ഏരിയയിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് തുടങ്ങിയത്. ബംഗ്ലാ മീഡിയം സ്കൂളുകൾ ഇവിടെ ഒരുപാടുണ്ട്, ചെറിയ ട്യൂഷൻ സെൻ്ററുകളായിട്ടും. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് അത്യാവശ്യം തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയുന്ന ടീച്ചേഴ്സിനെ കിട്ടുക എന്നുള്ളത് ആ സമയത്ത് വലിയൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെയാണ് തരണം ചെയ്ത് വന്നത്? അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ സിറ്റിയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ സിറ്റിയിൽ, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള കുട്ടികളല്ല, ടീച്ചേഴ്സ് അല്ല, അതർ കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ടീച്ചേഴ്സ് നമ്മൾ ഹയർ ചെയ്തു. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടി, കാരണം നമ്മുടെ ആ ഒരു സിസ്റ്റം ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ അവർ വന്നതിന് ശേഷം അൽഹംദുലില്ലാ അവർ വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും ആ സമയത്തുള്ള ടീച്ചർമാർക്ക് ഇപ്പോഴും നമ്മളെ കൂടെ വളരെ സന്തോഷത്തോടെ സഹകാരികളായിട്ട് ടീച്ചർമാർ നല്ല രീതിയിൽ അവർ വർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളെ സ്കൂളിൽ ഒരുപാട് അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ. ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ടീച്ചേഴ്സ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ടീച്ചർമാർ കുറവാണ്. കാരണം അതൊരു ഈ ഏരിയയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ജനറേഷന് ബോധ്യപ്പെടാത്തത് കൊണ്ട്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ സമയത്ത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ഒരാളില്ലാന്ന്. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ദുരന്താണല്ലേ. അപ്പോ അടുത്ത ഒരു ജനറേഷൻ, കഴിഞ്ഞ ആ ഒരു ജനറേഷൻ മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ ഒരു അടുത്ത ജനറേഷൻ എന്ത് ചെയ്യും, അവര് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എന്ത് ചെയ്യും, വരുന്നുള്ളത് ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം കുട്ടികളാണല്ലോ നമ്മളെ സ്റ്റാഫ് ആയിട്ടുള്ളത്. നമ്മുടെ ഓഫ് ക്യാമ്പസുകളിൽ നമ്മുടെ ദാവയുള്ള കുട്ടികളാണല്ലോ. അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സ്റ്റാഫുകളായിട്ട് വരും. അതേപോലത്തെ പിന്നെ നീറ്റ് കോച്ചിങ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ ഓർഫനേജിൽ പഠിച്ച അവൻ്റെ ഒരു ആരിഫ് എന്ന് പറഞ്ഞ ഒരു കുട്ടി, കാരണം അവന് ആദ്യം നമ്മുടെ ദേവയിലേക്കായിരുന്നു വന്നത്. ദേവയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപ്പ പെട്ടെന്ന് മരണപ്പെട്ട ഒരു അസുഖം വന്നു. അപ്പോൾ വളരെ പാവങ്ങളാണ്. അപ്പോൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ ക്യാഷ് ഇല്ല, അങ്ങനെ മരണപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിലൊരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതായത് നമ്മളെ നാട്ടിലത്തെ പോലെ നമ്മളെ അയൽവാസികളെ ഏറ്റെടുക്കുക, കുടുംബക്കാര് നോക്കുക, അങ്ങനൊന്നുമില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, അപ്പം അത് എൻ്റെ തലയിലാവൂ എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പം അങ്ങനത്തെ കുട്ടികളാണ് ഇവിടുത്തെ മദ്രസകളിലേക്ക്, ഇവിടുത്തെ സ്ഥാപനങ്ങളിലേക്ക് കൂടുതലും വരുന്നത്. കാരണം അവിടുന്ന് ഒന്നില്ലെങ്കിൽ 2 നേരം 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വന്ന ഒരാളായിരുന്നു ഈ ആരിഫ്. അപ്പം അന്ന് ഏകദേശം 9-10 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ കുട്ടിയെ കണ്ടപ്പം തന്നെ നമുക്ക് നല്ല ഒരു കഴിവുള്ള കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മളവനെ എന്ത് ചെയ്തു, മോഡൽ സ്കൂളിൽ നമ്മളെ തന്നെ കുറച്ചു കാലം നമ്മളിവിടെ പഠിച്ചു. പിന്നെ അവനെ മോഡൽ സ്കൂളിൽ മാറ്റി. അപ്പോൾ അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ്, പിന്നെ 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ +2 സയൻസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ ഉപ്പ കൃത്യമായ ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ നാട്ടിൽ ഇനി ആരും അങ്ങനെ ചികിത്സ കിട്ടാതെ മരണപ്പെടരുത്, എനിക്കൊരു ഡോക്ടറാവണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവന് +2 കഴിഞ്ഞു, നീറ്റിന് വേണ്ടി ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2ാം വർഷമാണ്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെറിയൊരു ഇതിൽ കിട്ടിയില്ല. അപ്പോൾ അടുത്തതിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കട്ടക്ക്, നമ്മുടെ ഒറീസയിൽ നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ തന്നെ ഉസ്താദിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ പറയുന്നത്, നമ്മൾ എന്നും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ സേവനം ചെയ്യാം. ഇപ്പം നിലവിൽ 65 മലയാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരെ സിറ്റുവേഷൻ
അവിടുത്തെ ക്ലൈമറ്റ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു മാറ്റം മാറ്റം അത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അവരെ പൂർണ്ണമായിട്ട് നമ്മളെ സ്ഥാപനം ഏറ്റെടുക്കണമല്ലോ. അപ്പൊ അതിന് പകരമായി ഇവിടെ നിന്ന് തന്നെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അവര് തന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക. മലയാളികളായ ആളുകൾ മുഴുവനും ഈ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നതോടു കൂടെ ത്വയ്ബയുടെ അൾട്ടിമേറ്റ് മിഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ് ഉസ്താദ് പറയല്. അതായത് ഏറ്റവും അവസാനത്തെ മലയാളിയും ബംഗാളിൽ നിന്ന് തിരിച്ചു പോകുന്നതോടുകൂടെ നമ്മുടെ മിഷൻ പൂർത്തിയാകും. പക്ഷെ നമ്മൾ ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാണ്ടല്ലേ, അത് പെട്ടെന്ന് നടക്കുന്ന സംഗതിയല്ല. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ TMA സിസ്റ്റത്തിൽ, മക്തബ് സിസ്റ്റത്തിലൊക്കെ ഇപ്പം കോർഡിനേറ്റർമാർ ആദ്യം മലയാളികളായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഫീൽഡിലും ഇവിടുത്തെ ആളുകൾ നേതൃത്വ നിരയിലേക്ക് അവര് ഉയർന്നു വരണം എന്നാണ്. ഇപ്പൊ നമ്മളെ ദഅവയിലെ ലോ കോളേജിലെ കുട്ടികൾ അവരിപ്പോൾ ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ അഡ്വൈസിങ് ബോർഡിലേക്ക് വരണം. നമ്മുടെ സ്ഥാപനം വളർന്നു വരികയാണ്. അപ്പൊ അതിന്റെ നിയമവശങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരാകണം. അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടുന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ വരും. ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ആയല്ലോ 10 വർഷം കൊണ്ട്. അപ്പൊ ഒരു 10 വർഷം കൂടി കാത്തു നിൽക്കുമ്പോൾ വലിയ വിപ്ലവമായിരിക്കും. അതൊക്കെ ഒരു വലിയ വിപ്ലവമാകും. അന്ന് ഹക്കീം ഉസ്താദ് പറഞ്ഞല്ലോ, KG മുതൽ PG വരെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാന്നുള്ളതാണ് മർക്കസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ദൂരം നമ്മൾ സഞ്ചരിച്ചല്ലോ അല്ലേ? അതെ, കുറഞ്ഞ് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നമ്മളിപ്പോ 8 സ്കൂളുകളാണല്ലോ നമുക്കുള്ളത്. ഈ 8ഉം വ്യത്യസ്ത ഏരിയകളിൽ. സ്കൂളുകൾ എന്ന് പറയുന്നത് 4 സ്റ്റേറ്റുകളിലായിട്ടാണ് നിലവിലുള്ളത്. വെസ്റ്റ് ബംഗാൾ, ഒറീസ, ജാർഖണ്ഡ്, ബീഹാർ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മള് മണിപ്പൂരിലും പുതിയ സ്ഥാപനം വരാൻ പോവുകയാണ്, സ്കൂള്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ ആളുകൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലും ത്വയ്ബയുടെ സ്ഥാപനങ്ങൾ വരണം, മർക്കസിന്റെ സ്ഥാപനം വരണം, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും. ഇപ്പൊ ഇന്നലെ നമുക്ക് ഒരു ആസാം എന്നുള്ള ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മൂപ്പര് പറഞ്ഞത് അപ്പർ ആസാമില് ഗുവാഹട്ടി പോലെ ആ ഏരിയക്കാണ്. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങളെ സ്കൂള് തുടങ്ങണമെന്ന് ഇന്നലെ നമ്മളെ സ്ഥാപനം കാണാൻ വന്ന ആള് പറഞ്ഞു. അപ്പൊ അതേപോലെ പല ഭാഗത്തുനിന്നും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഏരിയയിലേക്കും സ്റ്റാഫ് ആവശ്യമുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് നിർബന്ധമാണല്ലോ. അപ്പൊ അതില്ലാത്തത് കൊണ്ട് ഇപ്പൊ നിലവിൽ നമ്മൾ ഉള്ള സ്കൂളുകളുടെ ക്വാണ്ടിറ്റി അല്ലാതെ നമ്മൾ ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയ അക്കാഡമിക് ടീമിനെ നമ്മൾ നിയമിച്ചു. അപ്പോൾ ഓരോ സ്കൂളിൻ്റെയും അക്കാഡമിക് തലങ്ങൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയയിലും പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് കഴിയുമ്പോഴത്തേന് ഈ ഒരു സിസ്റ്റത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കല്ലേ? അതെ. അപ്പോൾ പുതിയ ഈ ഒരു 2 വർഷം നമ്മൾ പുതിയ സ്കൂളുകളിലേക്ക് പോവാതെ നിലവിലുള്ള സ്കൂളുകളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്.